നമ്മൾ 20ാമത്തെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് ലോജിസ്റ്റിക് റിഗ്രഷൻ ടു ക്ലാസിഫൈ വെദർ ദ പേഴ്സൺ ബൈ എ പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ഏജ് ആൻഡ് സാലറി. അപ്പം ഏജ് 22, സാലറി 25,000, നോട്ട് പർച്ചേസ്ഡ്. ഇതാണ്. ആൻഡ് സോ ഓൺ. ഏജ് 35, സാലറി 45,000, പർച്ചേസ്ഡ്. ഇതാണ്. ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഇവിടെ ഇമ്പോർട്ട് നമ്പർ ആസ് MB. നമ്പർ എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക. ദെൻ ഇതാണ് sklearn എന്ന് പറഞ്ഞാൽ സൈക്കിറ്റ് ലേൺ ലീനിയർ മോഡൽ എന്ന് പറയുന്ന സൈക്കിറ്റ് ലേണിലെ ലീനിയർ മോഡൽ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ലോജിസ്റ്റിക് റിഗ്രഷൻ ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ sklearnലെ മോഡൽ സെലക്ഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ sklearnലെ മെട്രിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ആക്യുറസി സ്കോർ ഇമ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഡാറ്റ സെറ്റ് ചെയ്യുകയാണ്. ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെറ്റാണ്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഏജാണ്. ഏജ് 22, സാലറി 25,000, നോട്ട് പർച്ചേസ്ഡ്. ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നോട്ട് പർച്ചേസ്ഡ്. അത് നമ്മൾ തന്നിരിക്കുന്ന ആ ഡാറ്റ സെറ്റ് ആണ് ഇത്. അതുപോലെ ഏജ് 25, സാലറി 32,000, നോട്ട് പർച്ചേസ്ഡ്. ഏജ് 47, സാലറി 50,000, പർച്ചേസ്ഡ്. ഇത് നമ്മൾ ആ ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണ്. ഡാറ്റ എന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡാറ്റയെ നമ്മൾ പാണ്ടാസ് എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ച് പാണ്ടാസ് DF PD.data frame ഒരു ഡാറ്റ ഫ്രെയിം കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഈ ഡാറ്റ ഇതിലേക്ക് വരും. ഈ ഡാറ്റയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പാണ്ടാസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെയുള്ള ഇത് എക്സലിലെയും അതുപോലെ തന്നെ ഉള്ള ഡാറ്റകൾ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കാം. ദെൻ ഫീച്ചർ ആൻഡ് ടാർഗറ്റ്. ഇവിടെ X എന്ന് പറയുന്നത് ഏജും സാലറിയാണ്. Y എന്ന് പറഞ്ഞാൽ പർച്ചേസ്ഡ് ആണ്. അവിടെ X എന്ന് പറയുന്നത് 2 കോളം ഉണ്ടാവും. ഏജും സാലറിയും. ഇത് രണ്ടും ഫീച്ചേഴ്സാണ്. ഏജും സാലറിയും ഫീച്ചേഴ്സാണ്. Y എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. പർച്ചേസ്ഡ് ഓർ നോട്ട്. ഇതാണ്. നെക്സ്റ്റ് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് ആയിട്ട് ടെസ്റ്റിംഗ് ഡാറ്റയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. X ട്രെയിൻ, X ടെസ്റ്റ്, Y ട്രെയിൻ, Y ടെസ്റ്റ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് XY ടെസ്റ്റ് സൈസ് 25.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ഡാറ്റ 25%, ട്രെയിനിങ് ഡാറ്റ 75%. റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വേണം ഇത് തിരിക്കാൻ എന്നാണ്. അപ്പം നമ്മുടെ ആകെയുള്ള ട്രെയിനിങ് സെറ്റിനെ ഡാറ്റ സെറ്റിനെ നമുക്ക് 4ആയിട്ട് തിരിക്കും. ഇതാണ് X ട്രെയിൻ എന്ന് പറയുന്ന ഇതാണ് X ട്രെയിൻ. ഈ 6 ഡാറ്റ X ട്രെയിൻ. ഇതതിൻ്റെ Y ട്രെയിൻ ആണ്. Y ട്രെയിൻ 6 അതിൻ്റെ ഔട്ട്പുട്ടുകൾ. ഇനി ഇതാണ് X ടെസ്റ്റ്. ടെസ്റ്റ് ഡാറ്റയാണ് ഇത് 2. ഇതാണ് Y ടെസ്റ്റ്, ടെസ്റ്റിംഗ് ഡാറ്റ. ഇതെല്ലാം ട്രെയിനിങ് ഡാറ്റയാണ്. ഇത് ടെസ്റ്റിംഗ് ഡാറ്റയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ 4ആയിട്ട് തിരിക്കും. തന്നിരിക്കുന്നതിനെ 4ആയിട്ട് തിരിക്കുകയാണ് ചെയ്യുക. ട്രെയിനിങ് സെറ്റും ടെസ്റ്റിംഗ് സെറ്റുമായിട്ട്. ട്രെയിനിങ് സെറ്റ് ഇവിടെ 75% ആണ്. 70% ആണ് ട്രെയിനിങ് സെറ്റ്. ടെസ്റ്റിംഗ് സെറ്റ് 25% ആണ്. ഇങ്ങനെയാണ് തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ അത് ഓർത്തിരിക്കുക. അതാണ് ഇവിടെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്ന് പറയും.
ഓക്കെ. ഇനി നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ. അതാണ് മോഡൽ എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് റിഗ്രഷനാണ്. ഒരു മോഡൽ എടുത്തു, ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറഞ്ഞ മോഡൽ എടുത്തു. അതിന് മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ് ട്രെയിൻ വൈ ട്രെയിൻ, ഈ ട്രെയിനിങ് സെറ്റിന് കൊണ്ട് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ലോജിസ്റ്റിക് ഇക്വേഷൻ. ഈ ലോജിസ്റ്റിക് ഇക്വേഷനിൽ ഈ B0 B1 B2 മോഡൽ കണ്ടുപിടിക്കും. ട്രെയിനിങ് സെറ്റിൽ നിന്ന് മോഡൽ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ B0 B1 B2 കണ്ടുപിടിക്കും. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് പർച്ചേസ് ബിറ്റ്വീൻ 0 and 1. B0 B1 B2 കോഎഫിഷ്യൻ്റ് ആണ്. ഇനി ഈ പിയുടെ വാല്യൂ 0.5 കൂടുതലാണെങ്കിൽ, ഈക്വലോ കൂടുതലോ ആണെങ്കിൽ 1 എന്ന് പ്രെഡിക്റ്റ് ചെയ്യും, എന്ന് വെച്ചാൽ ബൈ ചെയ്യും. പിയുടെ വാല്യൂ 0.5 താഴെയാണെങ്കിൽ നോട്ട് ബൈ, 0 എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ട്രെയിനിങ് സെറ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്നത് B0 B1 B2 ആണ്. ട്രെയിനിങ് സെറ്റിൽ നിന്ന് ബൈ ചെയ്യുമ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന B0 B1 B2 ഉണ്ട് എന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സിഗ്മോയിഡ് എസ് ഷേപ്പ് കർവാണ് ഇതിൻ്റെ അകത്ത് കിട്ടുക, ബൗണ്ടറി ആയിട്ട് കിട്ടുക. സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയും, എസ് ഷേപ്പ്. എന്നിട്ട് അതിനകത്ത് ഈ എസ് ഷേപ്പ് വരുന്നതിൽ ഒരു സൈഡിൽ വരുന്നത് ബൈയും മറ്റു സൈഡിൽ വരുന്നത് നോട്ട് ബൈ ആയിരിക്കും. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കിട്ടും. അത് കഴിഞ്ഞാൽ ഇത് കിട്ടും. അതിന് പ്രഡിക്ഷൻ ഓൺ ടെസ്റ്റ് സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് സെറ്റ് എടുക്കും. നമ്മളിവിടെ 25% ടെസ്റ്റ് സെറ്റ് എടുത്തു. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ വൈപ്രെഡ് മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് എക്സ് ടെസ്റ്റ്, നേരത്തെ ട്രെയിൻ ചെയ്ത മോഡലിൽ നിന്നും നമ്മളൊരു ടെസ്റ്റ് ഡാറ്റ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അത് പർച്ചേസ് ആണോ അല്ലയോ എന്ന് കിട്ടും. പർച്ചേസ് ആണെങ്കിൽ 1 എന്ന് കിട്ടും, നോട്ട് പർച്ചേസ് ആണെങ്കിൽ 0 എന്ന് കിട്ടും. അപ്പോൾ വൈപ്രെഡ് എന്ന് പറഞ്ഞാൽ ഐദർ 0 or 1 ആണ്. അതാണ് അടുത്തത്. ദെൻ ആക്യുറസിയാണ്. ആക്യുറസി ഈക്വൽ ടു ആക്യുറസി സ്കോർ വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ഡാറ്റയിലുള്ള ലേബലാണ് 0 or 1 എന്നുള്ളത്. അതാണ് വൈ ടെസ്റ്റ്. വൈപ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ലേബലാണ് 0 or 1 എന്നുള്ളത്. മോഡൽ ആക്യുറസി, എന്നിട്ട് ആക്യുറസി കണ്ടുപിടിക്കും. ആക്യുറസി എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായ പ്രെഡിക്റ്റ് ചെയ്തതിൽ ട്രൂ ആയിട്ടുള്ള എത്രയെണ്ണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രെഡിക്ഷൻ. അപ്പോൾ അതിൻ്റെ ആക്യുറസി കിട്ടും. ട്രൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആണ് ആക്യുറസി. ആക്യുറസി ഈക്വൽ ടു നമ്പർ ഓഫ് കറക്റ്റഡ് പ്രഡിക്ഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രഡിക്ഷൻ. ദെൻ ഇവിടെ നമ്മൾ റൗണ്ട് ആക്യുറസി ഇൻറ്റു 100. ആക്യുറസി ഒരു റേഷ്യോയിലായിരിക്കും. അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 2 ഡെസിമൽ എടുക്കുക, എന്നിട്ട് അത് പെർസെൻറ്റേജിലേക്ക് ആക്കി. അതാണ് പെർസെൻറ്റേജ് ഇട്ടിരിക്കുന്നത്. ദെൻ ടേക്ക് യൂസർ ഇൻപുട്ട് ഫോർ പ്രഡിക്ഷൻ. ഇനി നമ്മൾ പുതിയൊരു ഡാറ്റ യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ആ ഇൻപുട്ട് ചെയ്ത് നമ്മൾ ഏജ് ആയിട്ട് എടുക്കും. പിന്നെ രണ്ടാമത് ഇൻപുട്ട് ചെയ്തതിനെ അതിൻ്റെ സാലറി ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ഡാറ്റ പ്രഡിക്റ്റ് ചെയ്യും. ന്യൂ ഡാറ്റ പുതിയ ഡാറ്റയെ നമ്മൾ ഡാറ്റയുടെ ആദ്യത്തെ നമ്മൾ ഏജ് ആണ്, ദെൻ സാലറി ആണ്, NB.array. ദെൻ പ്രഡിക്ഷൻ ഈക്വൽ ടു മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് ന്യൂ ഡാറ്റ. അത് ന്യൂ ഡാറ്റ എഴുതിയിട്ട് ഇവിടെ അതൊരു ഇങ്ങനെ ഒരു ഇതിൻ്റെ അകത്തായിരിക്കും കിട്ടുക 0 or 1 എന്ന്. അത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്തുള്ള ബ്രാക്കറ്റ് ഒന്നും എടുക്കണ്ട, അറേ ആയിട്ട് എടുക്കണ്ട, അതിൻ്റെ അകത്തുള്ള ഇൻഡിജർ എടുത്താൽ മതി എന്ന് പറയും. ഐദർ ഇറ്റ് ഈസ് 0 or 1. പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 1 എന്നും, പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ 0 എന്നും ആയിരിക്കും കിട്ടുക. അപ്പോൾ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് 0 or 1 ആയിരിക്കും.
അപ്പോൾ ഇതിൽ അറേയിലാണ് കിട്ടുക. ആ അറേക്കകത്തുനിന്ന് നമ്പർ മാത്രം 0യോ 1ഓ എടുക്കാനായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ദെൻ if prediction equal to 1, prediction 1 ആണെങ്കിൽ the person is likely to buy the product. ഇനി അല്ലെങ്കിൽ 0 ആയിരിക്കും. the person is not likely to buy the product. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് മോഡൽ ആക്യുറസി 100% ആണ്. ഏജ് 45 നമ്മൾ എൻ്റർ ചെയ്തു. സാലറി 40,000 എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് the person is likely to buy the പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മളിവിടെ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം, ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം, സാലറി ഏജ് കൂടുന്തോറും സാലറി കൂടുതൽ കിട്ടുന്നുണ്ട്, അപ്പോൾ ബൈ ചെയ്യും. ഏജ് കുറവാണെങ്കിൽ സാലറിയും കുറവായിരിക്കും, അപ്പോൾ ബൈ ചെയ്യല. അതാണ് നമുക്കിവിടെ കിട്ടുന്ന ആ മോഡല് കണ്ടുപിടിക്കുന്നത്. മോഡല് ട്രെയിൻ ചെയ്ത് കിട്ടുന്ന ഒരു കാര്യം അതാണ്. ഇനി നമ്മൾ ഈ ലോജിസ്റ്റിക് മോഡലിൻ്റെ കൺഫ്യൂഷൻ മെട്രിക്സ് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വൽ 0, ഇതാണ് ആക്ച്വൽ 0, ഇത് ആക്ച്വൽ 1 എങ്കിൽ ഇത് നോട്ട് പർച്ചേസ്ഡ്, ഇത് പർച്ചേസ്ഡ്. ഇത് പ്രെഡിക്റ്റഡ് 0, പ്രെഡിക്റ്റഡ് 1. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് വേണോ, ഇത് നമ്മൾ ആക്ച്വൽ 0 ആണ്, ആക്ച്വലും 0 ആണ്, പ്രെഡിക്റ്റ് ചെയ്തതും 0 എന്നാണ്. അതാണ് ട്രൂ നെഗറ്റീവ്. ഇത് ആക്ച്വൽ 1, പ്രെഡിക്റ്റഡ് 1, ഇത് ട്രൂ പോസിറ്റീവ്. ഇത് രണ്ടും ട്രൂ ആണ്. ഇത് രണ്ടും ട്രൂ ആണ്. ദെൻ ഇനിയുള്ളത് ഇത് ആക്ച്വൽ 0 ആണ് നമ്മൾ, പക്ഷേ പ്രെഡിക്റ്റ് ചെയ്ത് 1 എന്നാണ് പ്രെഡിക്റ്റ് ചെയ്തത്, അത് ഫാൾസ് പോസിറ്റീവാണ്. ഇത് ആക്ച്വൽ 1 ആണ്, പക്ഷേ പ്രെഡിക്റ്റ് ചെയ്ത് 0 എന്നാണ്, അപ്പോൾ ഫാൾസ് നെഗറ്റീവ്. ഇത് രണ്ടും ഫാൾസ് ആണ്, ഇത് രണ്ടും തെറ്റിയതാണ്. ഇത് രണ്ടും ട്രൂ ആണ്. ഇതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് ട്രൂ നെഗറ്റീവ്, ഇത് ട്രൂ പോസിറ്റീവ്, ഇത് ഫാൾസ് പോസിറ്റീവ്, ഇത് ഫാൾസ് നെഗറ്റീവ്. ഓക്കെ. ദെൻ ഇതിൻ്റെ അകത്ത് നമുക്ക് ആക്യുറസി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ്. അതിനെ നമ്മൾ ടോട്ടൽ കൊണ്ട്, ഇത് 4 കൊണ്ടും ഡിവൈഡ് ചെയ്യുക. അതാണ് ആക്യുറസി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മോഡൽ എത്രമാത്രം കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ആക്യുറസി എന്ന് പറയുന്നത്. ദെൻ പ്രിസിഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ്. ഇതിനെ ട്രൂ പോസിറ്റീവും ഫാൾസ് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത്, ഈ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ബൈ ചെയ്തു, ഇതിൽ എത്ര എണ്ണം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തെന്നുള്ളതാണ്. ഇത് രണ്ടും ടോട്ടൽ ബൈ ചെയ്തതാണ്. അതിൽ നമ്മൾ എത്ര എണ്ണം കറക്റ്റായി പ്രെഡിക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് പ്രിസിഷൻ. ഇനി റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ബൈ ചെയ്ത് ഇത്രയാണ്. ആക്ച്വൽ ബൈ ചെയ്തതിൽ നമ്മൾ എത്രമാത്രം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടി ആക്ച്വലി ബൈ ചെയ്തതാണ്. അതിൽ നമ്മൾ എത്രമാത്രം കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റഡ് ട്രൂ ഡിവൈഡ് ബൈ ആക്ച്വൽ ബയേഴ്സ്. അതാണ്. ഇനി നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വൽ ഉള്ളത് 0, 1, 1, 0 ആണ്. അതാണ് ആക്ച്വൽ ഉള്ളത്. പക്ഷെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തോ 0, 1, 0, 0 എന്നാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ 0 പ്രെഡിക്റ്റ് ചെയ്തതും ആക്ച്വലും 0 ആയിട്ടുള്ളത് 2 എണ്ണം ഉണ്ട്. അപ്പോൾ ട്രൂ നെഗറ്റീവ് 2 എണ്ണം ഉണ്ട്. ഇനി പോസിറ്റീവ് ആയിട്ടുള്ളതോ, പോസിറ്റീവ് ആക്ച്വലും 1 ആണ്, പ്രെഡിക്റ്റ് ചെയ്തതും 1 ആണ്, അത് 1 എണ്ണം ഉണ്ട്. ഇനി ഫാൾസ് നെഗറ്റീവ്, ഇതാണ് ഫാൾസ് നെഗറ്റീവ്. ആക്ച്വലി ട്രൂ ആണ്, പക്ഷേ നെഗറ്റീവ് ആണ്, ഫാൾസ് ആയിട്ടാണ്, അതൊരെണ്ണം.
ഇത്രയാണ് നമുക്ക് ഇതിനെ കൺഫ്യൂഷൻ മെട്രിക്സ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആക്യുറസി കണ്ടുപിടിക്കുന്നത്. ആക്യുറസി എന്ന് പറയുന്നത് ട്രൂ നെഗറ്റീവും ട്രൂ പോസിറ്റീവിനെയും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 2+1 ഡിവൈഡ് ബൈ ഓൾ ടു എത്രയുണ്ട്? 2+1+1 4. ഇതാണ് ഇതിൻ്റെ ആക്യുറസി. ഇനി ഇതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവ് ഡിവൈഡ് ബൈ ട്രൂ പോസിറ്റീവ് 1 ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 1+0. അപ്പോൾ അത് 1 കിട്ടുക 100%. ഇനി അതിൻ്റെ റീകോൾ എന്ന് പറയുന്നതോ ട്രൂ പോസിറ്റീവ് 1 ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. 1+1. അപ്പോൾ അത് 1/2 ആണ്. 50%. കണ്ടോ, ഇതാണ് കിട്ടിയത്. ഓക്കെ. ഇനി ഇതിൻ്റെ F1 സ്കോറിൻ്റെ ഫോർമുല ഇതാണ്. 2 ഇൻറ്റു പ്രിസിഷൻ ഇൻറ്റു റീകോൾ ഡിവൈഡ് ബൈ പ്രിസിഷൻ പ്ലസ് റീകോൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ F1 സ്കോർ ഇതാണ്. എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ട്രൂ പോസിറ്റീവ്, ഫാൾസ് നെഗറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ പ്രിസിഷൻ ഇതായിരിക്കും, റീകോൾ ഇതായിരിക്കും. ഇതാണ് F1 സ്കോർ. ഇനി ഇതിനെ ഡിസിഷൻ ബൗണ്ടറി നമ്മൾ ട്രെയിനിങ് സെറ്റിൻ്റെ ഡിസിഷൻ ബൗണ്ടറി ഇതെല്ലാം പർച്ചേസ്ഡ് ആണ്. ഇതോ നോട്ട് പർച്ചേസ്ഡ് ആണ്. അപ്പം ഈ ലൈന് ഇവിടെ ഒരു ബൗണ്ടറി വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്നത് പർച്ചേസ്ഡും താഴെ വരുന്നത് നോട്ട് പർച്ചേസ്ഡും ആണ്. ഇതാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ ഡിസിഷൻ ബൗണ്ടറി. ഇനി നമ്മൾ ടോട്ടൽ സെറ്റ് എടുക്കുകയാണെങ്കിലോ ഇതാണ് ടോട്ടൽ സെറ്റ് എടുക്കുക. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വരുന്നതെല്ലാം പർച്ചേസ്ഡ്. ഇതാണ് ഏജ്, ഇത് സാലറി. അപ്പം ഇതെല്ലാം ഇത് പർച്ചേസ്ഡ്, ഇത് നോട്ട് പർച്ചേസ്ഡ്. ഈ 3 നോട്ട് പർച്ചേസ്ഡ്. 1 2 3. ഇത് പർച്ചേസ്ഡ് 1 2 3 4 5. ഇത് ടോട്ടൽ സെറ്റാണ്. ഓക്കെ.